അല്ലല്ല, അങ്ങനെ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒരു അളവുണ്ടാവുമല്ലോ. കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ എൻ്റെ കൂടുതൽ ആൾക്കാർ ബാക്കി കഴിച്ചോളൂ. അല്ല, ഇവിടെ ഇഡ്ഡലി ഉണ്ട് അല്ലേ? പുട്ടാണ് ഇഷ്ടം? എനിക്ക് പൊതുവേ പുട്ടിനോടാണ് ഇഷ്ടം. പുട്ടാണ് ഇഷ്ടം അല്ലേ? പുട്ടിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണ്? പുട്ടിന് ശരിക്കും ഒന്നുകിൽ ചെറുപയറാവണം അല്ലെ കടലയാവണം. ചെറുപയറുണ്ട് കേട്ടോ, അടിപൊളി. നിങ്ങളെ മനസ്സറിഞ്ഞ് ചെറുപയർ വെച്ചു. ഈ പുട്ടിൻ്റെ കൂടെ ബീഫാക്കി എങ്ങനെ ഉണ്ടാവും? ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ബീഫ് കഴിക്കില്ല? ഞാൻ കഴിക്കാറില്ല. ഉള്ളി കൂട്ടിയൊന്നും കഴിക്കില്ല? ഞാൻ ബീഫ് കഴിക്കാറില്ല എന്നേ ഉള്ളൂ. ബീഫ് കഴിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു വിരോധമില്ല, കഴിക്കാൻ പാടില്ല എന്നുള്ള ഏർപ്പാടും എനിക്കില്ല. ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീഫ് കഴിക്കാം. ഈ BJP-ക്കാർ പൊതുവെ ബീഫ് കഴിക്കില്ല എന്ന് പറയുന്നത് അങ്ങനൊന്നുമില്ല. ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കുമല്ലോ. ആണോ? പിന്നെന്താ, BJP-ക്കാരായതുകൊണ്ട് അവരാരും ബീഫ് കഴിക്കാറില്ല, കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ബീഫ് മലയാളികൾ കഴിക്കുന്ന ഒരു വിഭവമാണ്. ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിൻ്റെ ഇതാണ്. കേരളത്തിൽ പൊതുവേ എല്ലാവരും ബീഫ് കഴിക്കാറുണ്ട്. അപ്പോൾ കഴിക്കുന്ന BJP-ക്കാരുണ്ടാവും, ഇഷ്ടമില്ലാത്ത BJP-ക്കാർക്ക് ബീഫ് കഴിക്കാം. ഭക്ഷണം എന്ന് പറയുന്ന അവനവൻ്റെ താല്പര്യമാണ്. ഭക്ഷണം ഓരോരുത്തരെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. എന്താണോ അവർക്ക് താല്പര്യം അത് കഴിക്കാം. പിന്നെ ഒരു പ്രശ്നം, ബീഫ് എന്ന് പറയുന്നത് പശുവല്ല, അത് തെറ്റിദ്ധാരണകളുണ്ടാണ്. അതെ, അതുകൊണ്ട് അതിന് യാതൊരു പ്രശ്നവുമില്ല. ശരിക്കും സംഘടനാപരമായിട്ടൊരു അനുമതി കേട്ടോ BJP-ക്കാർക്കുള്ള. അതിന് BJP ഒരിക്കലും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരോടും പറയില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല നമ്മളെ എതിർ പാർട്ടിക്കാർ പറയുന്നത്. അത് BJP-യെ കുറിച്ച് പറയുന്ന പലതും ശരിയല്ലല്ലോ. ഭക്ഷണം ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം അനുസരിച്ച് കഴിക്കാം. ഇപ്പം നോർത്ത് ഈസ്റ്റിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ നോണാണ്. നോണ് മാത്രമല്ല, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നോണാണ് അവർ കഴിക്കുക. എന്ന് വെച്ചിട്ട് അത് ഇപ്പോൾ കേരളത്തിൽ കഴിക്കാൻ പറ്റും ഇല്ലല്ലോ. ഓരോ സ്ഥലത്തിൻ്റെ അഭിരുചികളുണ്ട്, ഓരോ വ്യക്തിയുടെ അഭിരുചിയുണ്ട്, അതനുസരിച്ചാണ് ഭക്ഷണം. നമ്മൾ ഈ വോട്ട് കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാരതൊക്കെ ചോദിക്കുമോ നിങ്ങൾ ബീഫിനെതിരല്ലേ? ഒരാളും ചോദിക്കാറില്ല. കാരണം ആൾക്കാർക്കറിയാം ഇതൊക്കെ വെറുതെ ഒരു പ്രചരണം മാത്രമാണ്. നമ്മൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ പറയാൻ. അവർക്ക് റേഷൻ കിട്ടുന്നില്ല, അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവിടെ ആരും പറഞ്ഞിട്ടില്ല. വെള്ളം കിട്ടാത്തതിനെക്കുറിച്ച്, വെള്ളം കിട്ടാത്തതിനെക്കുറിച്ച്, പെൻഷൻ കിട്ടാത്തതിനെക്കുറിച്ച്, റേഷൻ കടയിൽ പോയിട്ട് ഇവരുടെ സാങ്കേതിക പ്രശ്നം കൊണ്ട് അരി കിട്ടാത്തതിനെക്കുറിച്ച് ഇതൊക്കെ പരാതിയുണ്ട്. അല്ലാതെ കഴിക്കാൻ ബീഫ് കിട്ടുന്നില്ല എന്നുള്ള പരാതി എന്നോട് ഇവരാരും പറഞ്ഞിട്ടില്ല. ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് ആൾക്കാർ. ഭക്ഷണം ആൾക്കാർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഒരാൾക്ക് എന്താണോ ഇഷ്ടം അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഈ BJP-യെ കുറിച്ച് പൊതുവെ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണ ഉണ്ട്. ഈ അമ്പലം ഉണ്ടാക്കി, ഞാൻ ഇപ്പോൾ ചോദിക്കുക, ഒരു വെറുതെ ഒരു തമാശ രൂപ 1500 കോടി രൂപ കേരളത്തിന് കിട്ടുകയാണെങ്കിൽ ഒരു അമ്പലം ഉണ്ടാക്കണോ ആശുപത്രി ഉണ്ടാക്കണോ വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും പറയാം? അമ്പലം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കണം, ആശുപത്രി ഉണ്ടാക്കേണ്ട സ്ഥലത്ത് ആശുപത്രി. കേരളത്തിന് ഇപ്പോൾ അത്യാവശ്യം എന്താണ് ഒരൊറ്റ ഓപ്ഷനുകളൊന്നും ആയിരിക്കും. അമ്പലം ഉണ്ടാക്കുന്നത് സർക്കാരിൻ്റെ ജോലിയല്ലല്ലോ, ആശുപത്രി ഉണ്ടാക്കലാണ് സർക്കാരിൻ്റെ ജോലി. അമ്പലത്തിൽ പൂജ നടത്താൻ പ്രധാനമന്ത്രി പോയല്ലോ. അതിപ്പോൾ സർക്കാരല്ലല്ലോ അമ്പലം ഉണ്ടാക്കിയത്, ട്രസ്റ്റല്ലേ. ഇന്ത്യയിൽ എവിടെയും സർക്കാർ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല. ആരാധനാലയങ്ങൾ ഉണ്ടാക്കേണ്ട ജോലി അത് അമ്പലമായാലും പള്ളിയായാലും അത് സർക്കാരിൻ്റെ ജോലിയല്ല, അത് വിശ്വാസികളുടെ ജോലിയാണ്. അത് അവരുണ്ടാക്കിക്കൊള്ളും. അതിലെന്തെങ്കിലും സഹായം, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സഹായം ആവശ്യമാണ് മാത്രമേ സർക്കാർ ചെയ്യേണ്ടതുള്ളൂ. പൊതുവെ അങ്ങനെയല്ല പറയാം. BJP-ക്കാർ ഈ അമ്പലം ഉണ്ടാക്കാൻ നടക്കുകയാണ്. BJP ഇവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, വെറുതെ പ്രചരിപ്പിക്കുന്നില്ല. BJP ഇവിടെ അമ്പലം ഉണ്ടാക്കിയത്. BJP എന്ന് പറഞ്ഞ എല്ലാ മതവിശ്വാസികളുമുള്ള പാർട്ടിയാണ്. BJP അമ്പലം ഉണ്ടാക്കാറില്ല, പള്ളി ഉണ്ടാക്കാറില്ല. അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അമ്പലം ഉണ്ടാക്കുന്ന പേര് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നതല്ല. രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു. രാമക്ഷേത്രം ഒരു അമ്പലം മാത്രമല്ല. രാമക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. 500 വർഷമായിട്ടുള്ള പരിശ്രമമാണ്. BJP പ്രകടന പത്രിക പറഞ്ഞത് രാമക്ഷേത്ര നിർമ്മാണത്തിന് സഹായകരമാകുന്ന നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കുന്നതാണ്. അത് കോടതി വിധി വരെ ഞങ്ങൾ കാത്തിരുന്നു. കോടതി വിധി വന്നു. കോടതി വിധി വന്നതിന് ശേഷം അതിനുള്ള നിയമപരമായിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആ ട്രസ്റ്റ് ഉണ്ടാക്കിയത്. അത് വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഉണ്ടാക്കി. അതിലൊന്നും സർക്കാരിൻ്റെ ഒരില്ല. കോടതിയാണ് പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പ്രതിനിധി ആ ട്രസ്റ്റ് വന്നിട്ടുള്ളത്. അതിപ്പോൾ പല ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ശിവനാമ ക്ഷേത്രത്തിൽ സർക്കാരിൻ്റെ പ്രതിനിധി ഉണ്ടല്ലോ, അതുപോലെയുള്ളൂ. അതല്ലാതെയുള്ള സർക്കാരിൻ്റെ ഭരണപരമോ സർക്കാരിൻ്റെ സാമ്പത്തികമായ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഞങ്ങളൊരിടത്തും അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി വോട്ട് ചോദിച്ചില്ല. രാമക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് സഹായം ചെയ്തു കൊടുക്കുമെന്ന് BJP പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്യാം.
ഞാൻ പക്ഷേ രാവിലെ കഴിക്കാറില്ലാന്ന് മാത്രമേ ചെറുതായി. നല്ല മീൻകറി ഉണ്ടായിട്ട് ആരും കഴിക്കുന്നില്ല, ഞാൻ മാത്രമേ കഴിക്കും. മീൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ചിക്കനേക്കാട്ടും ഇഷ്ടം മീനാണ്. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ടാണ്. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ കഴിക്കില്ലേ? ഓ, ഉച്ചക്ക് എനിക്കൊരു മീൻകറിയും ചോറും കിട്ടിയാൽ മതി. ഇവിടെ കോഴിക്കോടെ ഈ മുസ്ലിം വീടുകളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ മുസ്ലിം വീടുകളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകും. പിന്നെന്താ, എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. വളരെ തിക്കായിട്ടുള്ള മുസ്ലിം ഫ്രണ്ട്സ്. എന്താ അറിയോ, ഇപ്പോൾ ഈ LDF അല്ലെങ്കിൽ കോൺഗ്രസും UDF ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ BJP കണ്ട തല്ലി ഓടിക്കുന്ന മട്ടിലാണ്. ഈ പൗരത്വത്തിൻ്റെ പേരിലൊക്കെ നിങ്ങൾ ഓരോ പുറത്താക്കാൻ നോക്കുകയാണല്ലോ. അതൊക്കെ കഴിഞ്ഞില്ലേ? അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഒരിക്കലും രാഷ്ട്രീയവും സൗഹൃദവും തമ്മിൽ കൂട്ടിക്കൊടുക്കാറില്ലല്ലോ. പൗരത്വ നിയമത്തിനെതിരായിട്ട് സമരം നടക്കുമ്പോൾ പോലും നമ്മുടെ നല്ല മുസ്ലിം സുഹൃത്തുക്കളായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കലും സൗഹൃദം തടസ്സം. എനിക്ക് വളരെ തിക്കായിട്ടുള്ള, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു 6-7 സുഹൃത്തുക്കളിൽ 2-3 പേര് മുസ്ലിംസാണ്. അതൊക്കെ ഒരു എന്താ പറയുക, അവരെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പിന്നെന്താ, അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാതെ പോയത് പാവപ്പെട്ട കുറച്ച് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുറേ പാവപ്പെട്ട ആളുകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ 3-4 വർഷമായിട്ട് ഈ വിവാദം വന്ന ശേഷം കഴിഞ്ഞ 3-4 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും ബോധ്യമായിട്ടുണ്ട് ഇത് പറയുന്നതൊന്നും കാര്യമില്ല. കാരണം അന്ന് ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് അവരുടെ പൗരത്വം നഷ്ടപ്പെട്ടു പോകുന്നതായിരുന്നു. അതില്ലാന്ന് അവർക്ക് ഇപ്പോൾ കാര്യം അറിയാം. ഇപ്പോൾ ബാക്കിയുടെ രാഷ്ട്രീയമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ BJP വേഷപ്പെങ്ങളാണെങ്കിലും കയ്യിലൊരു ചരട്, ഒരു കുറി, ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പേടിയുണ്ടാവും. എന്തോ BJP എന്തിനാണ് മുസ്ലിംസിന് നിസ്കാര താഴ്മുണ്ടാവുന്നല്ലോ? നമുക്ക് പേടിയില്ലല്ലോ. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ? ആ വിശ്വാസത്തിനനുസരിച്ച് BJP ചരട് കെട്ടണം നിർബന്ധമൊന്നുമില്ല. ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് ചരട് കെട്ടുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ BJP ധാരണ പൊതുവെ ഉണ്ട്, കായുമുണ്ട് അല്ലേ? സുധീറിന് ചരടില്ലല്ലോ. സുധീർ നല്ല BJP സുധീർ നല്ല BJP BJP ജില്ലാ വൈസ് പ്രസിഡന്റ്. അതെ, BJP എല്ലാവരും ചരട് കെട്ടണം നിർബന്ധമൊന്നുമില്ല. അല്ല, ഇതൊക്കെ വ്യക്തിപരമാണ്. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമാണ്. കെട്ടാതിരിക്കാം. ഈ ക്രിസ്ത്യൻ വീട്, ഇപ്പം ഈസ്റ്ററാണ്, ക്രിസ്ത്യൻ വീട്ടിലൊക്കെ പോകും. അതുപോലെ ഒരു മുസ്ലിം സൗഹൃദം എന്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാതെ? പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ നല്ല മുസ്ലിം വോട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കണം, അത് ശരിയാണ്. പക്ഷേ നമ്മൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹമായിട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് ഇതേപോലെ മുസ്ലിം വീടുകളിൽ പോയിട്ടുണ്ടായിരുന്നു. മുസ്ലിം നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും BJP അജണ്ടയിലുള്ള കാര്യം തന്നെയാണ്. മുസ്ലിം സമൂഹമായിട്ട് നല്ല കാരണം കുറേ തെറ്റിദ്ധാരണ ഉണ്ട്. ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുഴുവനും മുസ്ലിംസ് BJP കൂടെയുണ്ട്. അവിടെയൊക്കെ മുസ്ലിം വോട്ട് കെട്ടി ജയിക്കുന്നത് BJP ആണ്. അവർക്കൊന്നും സത്യത്തിൽ കേരളത്തെക്കാൾ കൂടുതൽ കുറച്ചുകൂടി സെൻസിറ്റീവാണ് നോർത്ത് ഇന്ത്യയിൽ, UP. പക്ഷേ അവിടെ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് BJP വോട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് കാര്യങ്ങളറിയാം. അപ്പോൾ കേരളത്തിലും അതുണ്ടാവണം. കേരളത്തിൽ പക്ഷേ ഈ LDFൻ്റെയും UDFൻ്റെയും പിന്നെ ഒരു മീഡിയ നറേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് മെല്ലെ മെല്ലെ മാറും. ആ തെറ്റിദ്ധാരണ മാറും. ഇപ്പോൾ 10 വർഷം നരേന്ദ്രമോദി ഭരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇനിയിപ്പോൾ വീണ്ടും ഭരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു മെല്ലെ ബോധ്യം വരും. പക്ഷേ പൊതുവെ ഈ മറ്റ് BJP നേതാക്കന്മാരെ അപേക്ഷിച്ച് വളരെ സൗമ്യനായി സംസാരിക്കുന്ന, വലിയ വിവാദമൊന്നും ഉണ്ടാക്കാത്തൊരു നേതാവെന്നൊരു അഭിപ്രായമുണ്ട്. അതെ, പറയുമ്പോൾ ശ്രദ്ധിച്ചാണ് പറയാം. അല്ല, അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് അതിന് ഞാനൊരു പറഞ്ഞിട്ട് അത് വിവാദമാക്കണമല്ലോ. വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളത്, വാക്കുകൾ എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഒരാളെ വാക്കുകൾ കൊണ്ട് ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ച ചികിത്സയുണ്ട്. പക്ഷെ ഒരാളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചാൽ അതിന് ചികിത്സയില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, അത് നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും അവരെ വ്യക്തിപരമായ ഹർട്ട് ചെയ്യുകയും വ്യക്തിപരമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ്. അല്ലാതെ ഇപ്പം നമ്മളോട് എന്തോ വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടില്ലല്ലോ പറയുന്നത്. അവരവരുടെ രാഷ്ട്രീയമാണ് പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയം പറയും. അതിനിടയ്ക്ക് ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അവരെ മോശക്കാരാക്കുക, അതൊന്നും നല്ല പ്രവണതയായിട്ട് ഞാൻ കാണില്ല. ഞാനൊരിക്കലും ചെയ്യാറില്ല. കാരണം നമ്മളെല്ലാവരും പാർട്ടിയിൽ വന്നതിന് ശേഷമുള്ള അല്ല,
അല്ലേ ഇവരടാ? അല്ല അതും ഞാൻ പറഞ്ഞു, അതിൽ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ്. ഈ പെരുമാറ്റം, സ്വഭാവം, ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊന്നും പാർട്ടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല, അതൊക്കെ വ്യക്തിപരമാണ്. ഇപ്പോൾ എല്ലാ പാർട്ടിയിലും ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകും. നേരത്തെ ആണെങ്കിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ തമ്മിൽ ഒരു നല്ല അടുപ്പവും നല്ല സൗഹൃദവും ഒക്കെ ഉണ്ടാകുമായി, പരസ്പരം സംസാരിക്കാനുള്ള ഭാഗങ്ങൾ മെല്ലെ മെല്ലെ അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ BJPക്കാരുടെ പരിപാടി പോയാൽ പോലും ഇപ്പോൾ വലിയ വാർത്തയാണ്. അതൊക്കെ രാഷ്ട്രീയ ഇടക്കാലത്ത് വന്നിട്ടുള്ളതാണ്. അതൊന്നും നമ്മൾ നല്ല ഗുണപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് യോജിച്ച കാര്യമല്ല. രാഷ്ട്രീയം വേറെയാണ്, സൗഹൃദങ്ങൾ വേറെയാണ്. സൗഹൃദങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തമ്മിൽ സൗഹൃദം ഉണ്ടാകുമ്പോഴാണ് ഒരു നാട്ടിൽ ഒരു എന്താ പറയുക സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാവില്ല. വിദ്വേഷം ജനിപ്പിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഈ ഇലക്ഷൻ പ്രചരണത്തിന് സമയത്ത് ഭക്ഷണം കൂടുകയോ കുറയോ? ഭക്ഷണം കുറവാണ്. കുറവാണ്. കൂടുതൽ ആൾ കഴിക്കാൻ കൊടുക്കില്ലേ? ഓ, അവർ നന്നായി കഴിക്കുന്നുണ്ട്. സുധീരേട്ടനൊക്കെ ക്ഷണിച്ചോ? പഴം കൊടുക്കി. സുധീർ പക്ഷേ പൊതുവെ ഭക്ഷണം കുറവാല്ലേ? ഞാൻ കണ്ട വെജിറ്റേറിയനാണെന്ന് തോന്നൂല. അയാൾ ഭക്ഷണത്തിൽ മാത്രമേ വെജിറ്റേറിയൻ ഉള്ളൂ കേട്ടോ. അതുണ്ട്. ഈ വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം ഡീഹൈഡ്രേഷൻ പ്രശ്നമുണ്ട് അല്ലേ? വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളം തന്നെയാണ് കുടിക്കാറ്. തണുത്ത വെള്ളവും പൊതുവെ ഒഴിവാക്കി ചൂടുവെള്ളം തന്നെ കുടിക്കും. നിങ്ങൾ കാലിനെ ശരിക്കും വെള്ളം കുടിക്കുന്ന ആരറിയോ? രാഘവേട്ടനാ. നിങ്ങൾ അധികം പിടിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ അത് മൂപ്പര വോട്ടാന്ന് പറയും. അല്ല, കോൺഗ്രസ് സത്യത്തിൽ കോൺഗ്രസിനും CPM-നും എന്തിനാ 2 സ്ഥാനാർത്ഥിനെ അവർ ആലോചിക്കേണ്ടതാണ്. അതൊരു ജനാധിപത്യത്തെ പരിഹസിക്കുന്ന തുല്യമാണ്. അവരൊരു മുന്നണിയുടെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കലാണ് 2 കൂട്ടരുടെ ലക്ഷ്യം. പിന്നെ ആരെങ്കിലും ഒരാൾ നിന്നാൽ പോരെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ലെന്ന് ആശിക്കുമ്പോൾ പറയുന്നു. പിന്നെ അതിനാ ദിണ്ടിഗലിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കുന്നത്? കോയമ്പത്തൂരിൻ്റെ അപ്പുറത്ത് ദിണ്ടിഗലിൽ CPM മത്സരിക്കുകയാണ്. അവിടെ സ്ഥാനാർത്ഥിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇയാളുടെ സ്റ്റാലിൻ്റെയും പടം മാത്രമേ ഉള്ളൂ. ഇരുതാരം വെച്ചിട്ട് പടം പോലും ഇല്ല. പിണറായി വിജയൻ്റെ പടങ്ങൾ വെക്കായിരുന്നു അല്ലേ? അതുപോലും ഇല്ല. ആ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് വോട്ട് പിടിക്കുന്നത്. CPM-ന് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു സൗഹൃദ മത്സരം എന്നാണ് പറയുന്നത്. കാരണം എന്താ ഇവിടെ BJP വളരുമല്ലെങ്കിൽ പറയുന്ന പോലെ 2 സ്ഥാനാർത്ഥി ഒറ്റ സ്ഥാനാർത്ഥി ആയാൽ മതി. പക്ഷേ ആ ഗ്യാപ്പിൽ BJP വളർന്ന പോയിട്ട് തീരുമാനിക്കേണ്ട ജനങ്ങൾക്ക് ഇതറിയാലോ. അതായത് ഇവരെന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിനെ വീണ്ടും പ്രധാനമന്ത്രിയാകും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ 400 സീറ്റ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവും സീറ്റും ഉണ്ടാകും. ഞങ്ങൾ തന്നെ ഭരിക്കും. ഇവരാകെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ കോഴിക്കോട്ടെ ആളുകളോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, പാർലമെൻറ്റിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവരേണ്ട ആളെയാണോ കൊണ്ടുവരുന്നത് അയക്കേണ്ടത്, അതോ പാർലമെൻറ്റിൽ കൂവുന്ന ആൾക്കാരെയാണ് അയക്കേണ്ടത്? ഈ 2 ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ 2 പേര് പോയാലും ആകെ അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് നന്നായിട്ട് ബഹളം വെക്കും, കൂവും. കോഴിക്കോടിനൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോഴിക്കോട് കിട്ടാത്ത എന്താണ്? ഇത്ര വലിയ സമർത്ഥനാണ് MP എങ്കിൽ ഇത്ര അപ്പോൾ ബാക്കിയെല്ലാം BJP കൊടുത്താണെന്ന് സമ്മതിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം BJP കൊടുത്താണല്ലോ. MP പറയുന്നത് അയാൾ ഇടപെട്ടിട്ടാണ് ഇതെല്ലാം കിട്ടിയെന്നാണ്. അങ്ങനെയാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണ് എന്താ എയിംസ് കിട്ടാത്തത്? അപ്പോൾ എയിംസിൻ്റെ കാര്യത്തിൽ BJP തീരുമാനം എടുത്തില്ല. അപ്പോൾ ബാക്കി BJPയുടെ തീരുമാനം എന്നല്ല ഇതിനർത്ഥം. അപ്പോൾ അതുതന്നെ ഞങ്ങൾ പറയുന്നത്, നാട്ടിൽ എന്തെങ്കിലും പുരോഗതിയും വികസനവും ഉണ്ടാകണമെങ്കിൽ ഇപ്രാവശ്യം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ആളുകൾ ജയിപ്പിക്കണം. അതാണ് വേണ്ടത്. അത് ഇവർ 2 പേരും ജയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇഡ്ഡലി ടേസ്റ്റ് നോക്കുന്നുണ്ടോ? ഇഡ്ഡലി ആരും തൊട്ടില്ല കേട്ടോ. അല്ലല്ല, ജയിക്കണം വോട്ട് കൂടുതൽ പിടിക്കണമല്ലോ. അത് രാഘവേട്ടൻ്റെ വോട്ടാണെന്നാണ് ഞാൻ പറഞ്ഞു. അല്ലല്ല, ഈ പ്രാവശ്യം BJPക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ആക്സസ് വോട്ട് UDFൻ്റെ വോട്ട് മാത്രമല്ല, LDFൻ്റെ പ്രത്യേകം CPM-ൻ്റെ വോട്ട്. നമ്മൾ പോയ സ്ഥലത്തൊക്കെ CPM-ൻ്റെ കേഡറുകളാണ് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അവരൊന്നും പരസ്യമായിട്ട് പ്രകടിപ്പിക്കില്ലല്ലോ. പക്ഷേ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഒരു അന്തർധാരയുണ്ട്. ഞാൻ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുന്നുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ കവലകളിലും പോകുന്നുണ്ട്. അപ്പം നമ്മൾ അവരോട് ഒരു സഹായിക്കണം എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ CPM ആയിരുന്നു, അല്ലെങ്കിൽ LDF-നായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയും. അവർ ചെയ്യോ ഇല്ലോ എന്ന് എനിക്കറിയില്ല.
പക്ഷെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അപ്പോൾ CPM വ്യാപകമായിട്ടുള്ള ആളുകൾ BJP പ്രത്യേകിച്ച് പ്രശ്നം എന്ന് വെച്ചാൽ ഈ CPM വല്ലാത്ത പ്രീണന രാഷ്ട്രീയമുണ്ട്. അതിനെ ഒരിക്കലും CPM കേഡർമാർക്ക് ദഹിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ വോട്ടായിട്ട് പ്രതിഫലിക്കും. അപ്പോൾ അതുകൊണ്ട് UDF വോട്ടുന്നില്ല. ഇപ്രാവശ്യം LDFിൻ്റെയും UDFിൻ്റെയും വോട്ട് കിട്ടും. രണ്ട് വോട്ട് കിട്ടും. അപ്പോൾ അക്കൗണ്ട് തുറക്കുന്നത് കോഴിക്കോട്ട് ഉണ്ടാവുന്നില്ലേ? 100%. കോഴിക്കോട് നമ്മുടെ മുഴുവൻ ദേശീയ പ്രസ്ഥാനങ്ങളും പിറവി വേണ്ടത് കോഴിക്കോടാണ്. അതെ. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയാണോ? അല്ലല്ല, RSSൻ്റെ സംഘപരിവാർ സംഘടനകളെല്ലാം പിറവിക്കൊണ്ടത് കോഴിക്കോടാണ്. കേരളത്തിലൊരു ആദ്യ ഒരു ദേശീയ സമ്മേളനം വന്നപ്പോൾ ജനസംഘത്തിൻ്റെ കോഴിക്കോടാവുന്നു. ദീനദയാൽ ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റായി കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്റ്ററിക് പ്ലേസാണ്. ഞങ്ങളുടെ സംഘടനാ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം ഹിസ്റ്ററിക് പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകന്മാരുടെ മനസ്സിലാക്കണം, കേരളത്തിൽ എന്തായാലും കുറേ സീറ്റുകൾ ജയിക്കും. അപ്പോൾ അതിൽ കോഴിക്കോട് ഉണ്ടാകണമെന്നുള്ളത് കോഴിക്കോട്ടെ പാർട്ടിയെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെയും ഒരു വലിയ വാശിയാണ്. അപ്പോൾ അതിനു വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടിന് റിസൾട്ട് അതുകൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. ഈ ആളുകളോട് ഇങ്ങനെ വല്ലാണ്ട് ചിരിക്കണം അല്ലേ? ഇലക്ഷൻ കല്യാണ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ റിസപ്ഷൻ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഈ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാറില്ല. എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും. പരാതി ഉണ്ട് അല്ലേ? ഞാൻ ചിരി വന്നാലേ ചിരിക്കാറുള്ളൂ, ചിരിക്കാൻ വേണ്ടി ചിരിക്കാറില്ല. ഞങ്ങൾ പൊതുവെ ചിരി കുറവാന്നൊരു പരാതി ഉണ്ട്. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഒരാളോട് ചിരിക്കാൻ പറ്റുമോ? അതന്നെ പിണറായി വിജയൻ പറയുന്നത്. അങ്ങനെ ഞാൻ ആളുകളോട് ഞാൻ പിണറായി വിജയൻ എല്ലാവരെയും കാണാൻ ചിരിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ അതൊക്കെ പഴയ ഒരു രീതിയാണ്. രാഷ്ട്രീയക്കാരായാൽ അവർ ഒരു ചിരി മുഖത്തൊട്ടിച്ച് വെച്ച് നടക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ചാണ് നമ്മൾ ഒരാളോട് റിയാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഒരാളെ കാണുന്ന ചിരിക്കണം തോന്നുമ്പോൾ ചിരിക്കും. നമ്മൾ ഒരാളോട് ചിരിക്കുന്നില്ല എന്നുള്ളത് അവരോട് വിരോധം വെറുപ്പൊന്നുമില്ല. എല്ലാവരുടെയും കാണാൻ ഇങ്ങനെ ചിരിച്ച് മുഖം നടക്കുക എന്നുള്ളത് കൃത്യമാണ്. അത് ചിരി എല്ലാവർക്കും വോട്ട് ചെയ്യാൻ തോന്നണമെങ്കിൽ ഒരു ചിരി വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ ചിരിക്കുന്നൊരു ഫോട്ടോ കണ്ടാൽ എല്ലാവരും വോട്ട് ചെയ്യില്ലേ? ആളുകൾ പഴയതുപോലില്ല. ആളുകൾക്ക് ഇപ്പം പരസ്പരം മനസ്സിലാക്കാനും ജനങ്ങൾക്ക് ഓരോരുത്തരെയും വിലയിരുത്താനുമുള്ള സാമാന്യ ബോധമൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പണ്ട് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ചിഹ്നം കണ്ട വോട്ട് ചെയ്യും. ഇപ്പോൾ ഒരാൾ ഒരു ചിഹ്നവും, അത് CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, ചിഹ്നം കണ്ടാൽ മാത്രം വോട്ട് ചെയ്യുന്ന കാലഘട്ടമാക്കി. അവർക്ക് ആളുകളെ വിലയിരുത്താൻ അറിയാം. ആ ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അവർ ചിരിയുടെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ആളുകളോട് എങ്ങനെയാണ് അതനുസരിച്ചാണ്. ആ പെരുമാറ്റം തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല പെരുമാറ്റില്ല, മൊത്തത്തിലുള്ള പെരുമാറ്റമാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം നിങ്ങൾ ചിരിച്ചിട്ട് എന്താ കാര്യം? ബാക്കി എല്ലാ സമയത്തും ആളുകൾ മുഴുവൻ തെറി പറഞ്ഞുകൊണ്ടിട്ട് തിരഞ്ഞെടുപ്പ് എടുത്ത് ചിരിച്ചിട്ട് എന്താ കാര്യം? അത് ജനം അത് വിലയിരുത്തും. ഈ സംഘികൾ എന്നുള്ള വിളിക്കുന്നതിനോട് എന്താ അഭിപ്രായം? പൊതുവെ ഞാൻ ആ 3 വാക്കുകൾ ഉപയോഗിക്കാറില്ല. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനെയും കൊങ്ങികളെന്ന് വിളിക്കാറില്ല, ഒരു CPMകാരനെയും കമ്മികളെന്ന് വിളിക്കാറില്ല, ഒരു സംഘപ്രവർത്തകരെയും ഞാൻ സംഖ്യയെന്ന് വിളിക്കാറില്ല. ആ 3 പദത്തോട് എനിക്ക് യോജിപ്പില്ല. അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഉണ്ടായ വാക്കുകളാണ്. എനിക്കതിനോട് യോജിപ്പില്ല. രമേശ് ചേട്ടനെതിരെ വരുന്ന ട്രോളുകളോട് എങ്ങനെ പ്രതികരിക്കാം? ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. കമൻ്റൊക്കെ വായിക്കും? നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. എനിക്കതിലൊന്നും ഒരു വിരോധമില്ല. അതിൽ ഏറ്റവും രസമുള്ളൊരു കമൻറ്റ് എന്താണ്? ട്രോളുകൾ വന്നത് ഏറ്റവും രസകരമായി എന്നെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്നെ ആളുകൾ വിശേഷിപ്പിക്കുന്ന കൊടക്കമ്പി എന്നാണ്. അതാണ് വ്യാപകമായിട്ട്. ഞാൻ അതായിട്ട് അതെ ആസ്വദിക്കാറുണ്ട്. ആളുകൾ അങ്ങനെ പല രീതിയിലാണല്ലോ. അത് ഞാൻ എനിക്കങ്ങനെ ഞാൻ അതിനോടൊന്നും എന്താ പറയുക മോശമായി റിയാക്ട് ചെയ്യാറില്ല. ഒരു കമൻറ്റും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഒരു കമൻറ്റിനോടും ഞാൻ പ്രതികരിക്കാറില്ല. കമൻറ്റ് ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് ഞാനെന്തിനാ പ്രതികരിക്കണം? അത് അവരുടേതാണ്. ഒരു നേതാവിനെ ഇങ്ങനെ ഭയങ്കര 56 ഇഞ്ച് നെഞ്ചളവും ഹൈറ്റും വെയിറ്റൊക്കെ വേണമെന്ന് പറയുന്നതിനോട് എന്താ അഭിപ്രായം? ഒരാവശ്യമില്ല. നേതാക്കന്മാരുടെ ശാരീരികമല്ല, നേതാക്കന്മാർക്ക് ജനങ്ങളുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇതാണ് പ്രധാനം. അതാണ് ഒരു നേതാവിനുണ്ടാകുന്നത്. ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവേണ്ടത് തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. ഇപ്പം നരേന്ദ്രമോദിയെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. അതൊരു ഭരണാധികാരിക്ക് ഏറ്റവും ആവശ്യമാണ്. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം. അതുകൊണ്ടാണ് ആളുകളെല്ലാവരും മോഡിയെ ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് സൈസ് കൊണ്ടല്ല. അല്ലല്ല,
സൈസ് നടക്കും, നല്ല ആകാരം ഉണ്ടാകുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ നരേന്ദ്രമോദിയുടെ ആകാരമല്ല, ഒരു കരിഷ്മയാണ്. നരേന്ദ്രമോദിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതൊരു ആര് സംസാരിച്ചാലും അദ്ദേഹത്തിൻ്റെ ആകർഷണം ഇതിൽ വീണു പോകും. അത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരും. ഏതെങ്കിലും ഒരാൾ നരേന്ദ്രമോദിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവാണ്. അല്ലെങ്കിൽ ഇപ്പോഴാണ് അങ്ങനെയൊക്കെ വന്നത്. പണ്ട് ഇപ്പോൾ EMS ആണെങ്കിൽ വളരെ ഹൈറ്റ് കുറഞ്ഞ ആളാണ് അല്ലേ, വിക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെന്താ ഈ ശരീരപ്രകൃതി നോക്കി വോട്ട് ചെയ്യുന്നതൊന്നും അല്ലേ, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ പ്രചരണമാണോ? ശരീരം നോക്കിയിരുന്ന ആൾ വോട്ടിയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ സിനിമാ നടന്മാർ ജയിക്കണ്ടേ കേരളത്തിൽ? സുരേഷ് ഗോപി ജയിക്കൂലേ? സുരേഷ് ഗോപി സിനിമാ നടനായതുകൊണ്ടല്ലേ ജയിക്കുന്നത്. മുരളി ജയിച്ചില്ലല്ലോ, തോറ്റത്തുകൊണ്ട്. അതിൽ ജയിച്ചത് ഇന്നസെൻ്റ് മാത്രം, രണ്ടാമത്തെ വർഷം അയാൾക്ക് ഒരു പോയില്ല. സിനിമാ നടനായതുകൊണ്ട് മാത്രം മുകേഷ് അത് ഞാൻ പറഞ്ഞ സിനിമാ നടനായതുകൊണ്ട് മാത്രം ജയിക്കില്ല. ജനങ്ങൾക്ക് വിശ്വാസമാണ്. അത് ബോഡി ഷേപ്പ് മാത്രമല്ല, അത് നമ്മുടെ പെരുമാറ്റമാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ഇടപെടലാണ്. നിങ്ങൾ ഇപ്പോൾ എന്തായാലും BJP അക്കൗണ്ട് തുറക്കുമ്പോൾ കോഴിക്കോട് ഉണ്ടാവും എന്ന് പറഞ്ഞു. കൂടെ ആരൊക്കെ ഉണ്ടാവും? 20 പേരുണ്ടാവും എന്ന് പറയുന്നത്. 20 പേര് ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അല്ലാതെ ഇപ്പം ഞാനിങ്ങനെ ഒരാളെ പേര് പറയാം, ഞാൻ എന്തായാലും ജയിക്കും. അതായത് ഏറ്റവും വലിയ ഈ സോഷ്യൽ മീഡിയയിലെ സാധനം എന്താ അറിയോ, ഇപ്പോൾ 20 BJP-ക്കാർ ജയിച്ചാൽ 20 കേന്ദ്രമന്ത്രിമാരെ കൊടുക്കണം. ഇത് എല്ലാവരും മന്ത്രിയാവുമെന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, വി മുരളീധരൻ കേന്ദ്രമന്ത്രി. യു പിയിൽ 65 പേര് ജയിച്ചിട്ടുണ്ട്. 65 മന്ത്രിമാരില്ലല്ലോ. അല്ല, ഇവിടെ പ്രചരണം അങ്ങനെയാണ്, ആ ജയിച്ച കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത്. അതൊരു വാഗ്ദാനം. BJP ജയിച്ച കേരളത്തിൽ കേന്ദ്രമന്ത്രിമാരുണ്ടാവും. അത് പ്രധാനമന്ത്രി തീരുമാനിക്കും ആരാവണം. ഇപ്പം പക്ഷെ സ്ഥാനാർത്ഥിയുടെ ഓരോ മണ്ഡലത്തിലെയും ആളുകൾക്ക് അവരവരുടെ മണ്ഡലത്തിൽ ജയിച്ച ആൾ കേന്ദ്രമന്ത്രി ആവണമെന്ന് ആഗ്രഹം. അതവർ പറയും, സ്വാഭാവികമാണ്. അതിലെന്താ കുഴപ്പം? അപ്പോൾ നമുക്ക് നിങ്ങൾ കഴിച്ച് നിർത്തിയോ? അടിപൊളി. അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ്, ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് രമേശ് ചേട്ടൻ. സന്തോഷം.